ഞാനിപ്പോൾ മൂവാറ്റുപുഴ ടൗണിലാണ്. രാവിലെ 5 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് നാലമ്പല ദർശനത്തിന് പോകാൻ നിൽക്കുകയാണ്. പെരുമ്പാവൂരുള്ള എൻ്റെ കൂട്ടുകാരികളോടൊപ്പമാണ് ഈ വർഷത്തെ നാലമ്പല യാത്ര. ഞാനിവിടെ വെളുപ്പിന് 5 മണിക്ക് വന്ന് നിൽക്കുന്നു. എനിക്ക് കൂട്ടായിട്ട് ഇവിടെ ആകെയുള്ളത് പട്ടികൾ മാത്രമാണ്. ചോറ്റാനിക്കരയിൽ നിന്ന് ഞാൻ വെളുപ്പിന് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അവർ പെരുമ്പാവൂരിൽ നിന്ന് അവർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി എത്തി. നമ്മുടെ സേനാവതി, നമ്മുടെ സ്വന്തം സാരഥിയാണ്. ഇതാണ് നമ്മുടെ അമൽ, നമ്മുടെ സ്വന്തം സാരഥിയാണ്. നമ്മുടെ നാലമ്പല യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് കോട്ടയം ഭാഗത്തുള്ള നാലമ്പലത്തിലേക്കാണ്. ഇത് രാമപുരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രം. നമ്മൾ ആദ്യം ശ്രീരാമനെയാണ് തൊഴുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ 3 സഹോദരന്മാരെ കാണാനായിട്ട് നമ്മൾ പോകുന്നത്. നമുക്ക് ആദ്യം രാമക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഒന്ന് തൊഴാം. കഴിഞ്ഞ വർഷം ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ആണോ എന്നറിയില്ല, വലിയ തിരക്കുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ നാലമ്പല ദർശനത്തിൻ്റെ ആ ഒരു സമയമായതോടുകൂടി എല്ലായിടത്തും കടകളെല്ലാം, എല്ലാ ക്ഷേത്രത്തിൻ്റെയും പരിസരങ്ങളിൽ ഒരുപാട് കളിപ്പാട്ട കടകളും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാനായിട്ട് സാധിച്ചു. ഈ ക്ഷേത്രത്തിന് മുൻപിൽ കാണുന്ന ഈ ആൽമരത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് കൂട്ടുകാരികൾ പറഞ്ഞു. എനിക്കറിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. നമ്മുടെ കിരീടം സിനിമയിൽ മോഹൻലാൽ സാറിൻ്റെ അടുത്ത് തിലകൻ സാർ പറയുന്നൊരു ഡയലോഗുണ്ട്, കത്തി താഴെയിടടാന്ന്. ആ ഡയലോഗ് പറയുന്ന ആ സീൻ എടുക്കുന്നത് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലാണെന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കതിൻ്റെ സത്യാവസ്ഥ കറക്റ്റ് അറിയില്ല കേട്ടോ. എങ്കിലും അത് കേട്ടപ്പോൾ ഒരു കുളിർമയൊക്കെ തോന്നി. ഒന്ന് കണ്ടല്ലോ നമുക്ക് ആ സ്ഥലം, ഇതായിരുന്നല്ലോ ആ സ്ഥലം എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നി. അവിടെ നിന്നും നമ്മൾ നേരെ പോയത് ലക്ഷ്മണസ്വാമി ക്ഷേത്രം കൂടപ്പുലത്തേക്കാണ്. അവിടെ ഈ സ്റ്റെപ്പുകളെല്ലാം കയറി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ ഒന്നും വന്നിട്ട് നമുക്ക് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല ക്യൂ ആയിരുന്നു. പക്ഷേ ഇത്തവണ ഈ കർക്കിടകം തികിരാറായതുകൊണ്ടാവും വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചിരുന്നു. ഈ സ്റ്റെപ്പ് കയറി നമ്മൾ ചെന്നെത്തുന്നത് ക്ഷേത്രത്തിനകത്താണ്. ഈ കാണുന്ന ആളുകൾ അത്രയും പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ശംഖ്, ചക്രം, ഗദ, താമര ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന സമർപ്പണം. ഇവിടെ നിന്നും നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഔഷധം ചേർത്തിട്ടുള്ള ഒരു വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് തരുന്നുണ്ടായിരുന്നു. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധീകരിച്ച് ചിങ്ങമാസത്തെ വരവേൽക്കാനായിട്ടാണ് എല്ലാവരും ഈ നാലമ്പല ദർശനം നടത്തുന്നത്. ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ആ കോമ്പൗണ്ടിൽ തന്നെ ഇവിടെ ഒരു വേറൊരു ക്ഷേത്രവുമുണ്ട്. ഈ തകിടുകൾ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. അതുപോലെ തന്നെ വെറ്റില. ഒരു പ്രധാനപ്പെട്ട വഴിപാടുണ്ട്, അരമണി. മക്കളില്ലാത്ത ദമ്പതികൾ ഒരുമിച്ച് വന്ന് ഈ അരമണി ഇവിടെ വഴിപാട് നടത്തുകയാണെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട്. അത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. നമ്മളിതാ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ തിരക്കുകൾ ആ സമയത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അമനകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അടുത്തടുത്ത് തന്നെയാണ്. അടുത്ത് എന്ന് വെച്ചാൽ ഒരു 3-4 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നെങ്കിലും ഇവിടെ അകത്ത് കയറി തൊഴാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് തിരക്ക് അനുഭവപ്പെട്ട ഒരു സ്ഥലമാണിത്.
അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് തൊഴുതിട്ട് പോകാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഒട്ടും തന്നെ തിരക്കില്ല കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മളെല്ലാം ഭയങ്കര അതിശയമായിരുന്നു എന്താണ് ഇത്തവണ തിരക്കില്ലാത്തത് എന്ന്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ശംഖ്, പഴം, കൽക്കണ്ടം ഇതൊക്കെയാണ്. നമ്മൾ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഇരുന്നൊരു ചേട്ടൻ വിളിച്ചു പറയുന്നുണ്ട്, മീനൂട്ട് നടത്താതെ ആരും പോകരുത് എന്ന്. ഈ ക്ഷേത്രക്കുളത്തിൽ നിറയെ മീനുകളുണ്ട്. ആ മീനുകൾക്കുള്ള മീനൂട്ട് നടത്തുന്നത് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാട് തന്നെയാണ്. എന്നാൽ പിന്നെ മീനൂട്ട് നടത്തിയേക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് മലരാണ്, അതിന് 10 രൂപയാണ്. അപ്പോൾ നമ്മളിത് നേരെ കൊണ്ടുപോയി നമ്മൾ ആ കുളത്തിൽ കുറേ മീനുകളുണ്ട്, അവർക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇട്ട് കൊടുക്കുന്ന മലരൊന്നും തിന്നാനായിട്ട് അതുങ്ങൾ വരില്ല, എങ്കിലും ഇത് മീനെ നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും. ആ കുളം നിറയെ മലരുകളാണ്, ഇതാ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഇതാ മീനുകൾ വന്ന് നിൽക്കുന്നത്, നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് അവർ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഒത്തിരി മീനുകളുണ്ട് കേട്ടോ, അപ്പുറത്തും നന്നായിട്ട് മീനുകളുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീക്ഷേത്രമാണ്. അവിടേക്കും നമ്മൾ പോയി. വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാമായിട്ട് ഇങ്ങനെയുള്ള ചെറിയ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ, അതും ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഇങ്ങനെ നടത്തി പോകുമ്പോൾ വളരെ സന്തോഷമാണ് മനസ്സിൽ തോന്നിയിട്ടുള്ളത്. നമ്മളിനി പോകുന്നത് 4ാമത്തെ ക്ഷേത്രമായ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം മേദിരിയിലേക്കാണ്. വണ്ടി ദൂരെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നാണ് പോയത്. ഒത്തിരി ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ശത്രുഘ്ന സ്വാമി ക്ഷേത്രം മേദിരി. ഇവിടുത്തെ പ്രധാന വഴിപാട് ശ്രീചക്ര സമർപ്പണവും പിന്നെ തൊട്ടിലുകെട്ടലൊക്കെയാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ദാ മലയൊക്കെ കാണാം, നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക. നമ്മൾ 4 ക്ഷേത്രത്തിലും തൊഴുതിറങ്ങി. ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പൊരിക്കടയിലാണ് പോയത്. കുറച്ച് പൊരിയൊക്കെ മേടിച്ചു വീട്ടിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാനായിട്ട്. രാവിലെ 9:30 തന്നെ നമ്മുടെ നാലമ്പല ദർശനം ഇവിടെ പൂർത്തിയായി. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ നാലമ്പല യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ. അടുത്ത ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാലമ്പല ദർശനമേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളിവിടെ അടുത്ത ഒരു ട്രിപ്പ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാലമ്പല ദർശനം പൂർത്തിയാകണമെങ്കിൽ തിരിച്ച് നമ്മൾ ശ്രീരാമനെ കൂടി ഒന്ന് തൊഴുതിട്ട് വേണം. നമ്മൾ അവിടെയും പോയിട്ടാണ് വന്നത്. നമ്മളിതിന് ശേഷമുള്ള നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.